എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ ക്രിസ്മസ് എല്ലാം അടിച്ചു പൊളിച്ചോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് ആഘോഷിക്കാൻ വെച്ചു. ഞങ്ങൾ ഇവിടുത്തെ സിറ്റി സെൻറ്ററിലുള്ള ക്രിസ്മസ് മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഫേമസ് ആണ് കേട്ടോ. എസ്പെഷ്യലി ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ലൈറ്റിങ്. നിങ്ങളിപ്പോൾ പുറകെ കാണുന്ന ട്രീ അല്ലായിരുന്നു ഇവിടെ അവിടെ വരേണ്ടിയിരുന്നത്. 48 അടി ഉയരമുള്ള മറ്റൊരു ട്രീ ആയിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ചില സാങ്കേതിക തകരാറ് മൂലം ആ ട്രീയുടെ സമയത്തിന് എത്തിച്ചേർന്നില്ല. അതുകൊണ്ട് ഏകദേശം 30 അടിയുള്ള മറ്റൊരു ട്രീ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ബൈവേർഡ് കഫേയിലുള്ള ലേസർ ഷോ. ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി മാത്രം സിറ്റിയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു വർഷം മുഴുവനുള്ള കാത്തിരിപ്പാട്ടോ ഈ ഒരു ഇവന്റ്. കുറച്ച് നേരം ലേസർ ഷോ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബൈവേർഡ് കഫേയുടെ അകത്തേക്ക് പോയി. അത് വെറും ഒരു കഫേ മാത്രമായിരുന്നില്ല കേട്ടോ. ബേക്കറീസ്, ടെക്സ്റ്റൈൽസ്, ഗിഫ്റ്റ് ഷോപ്സ് അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കൊച്ചു ഷോപ്പിംഗ് മോളായിരുന്നു അത്. ബൈവേർഡ് കഫേയിലുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ ഒരു സ്പോട്ട് ലോക്കൽസിൻ്റെയും ടൂറിസ്റ്റുകളുടെ ഇടയിൽ പോപ്പുലർ ആകാനായിട്ട് മറ്റൊരു റീസൺ കൂടിയുണ്ട്. അതിവിടെ കിട്ടുന്ന യുണീക്ക് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആർട്ടിക്കിൾസും ഗിഫ്റ്റ് ഐറ്റംസും ആണ്. നൈറ്റ് ഹോൾസിൻ്റെയും ഫുഡീസിൻ്റെയും ഒരു ഫേവറേറ്റ് സ്പോട്ടാണിത്. ഇത് കണ്ടില്ലേ, കളർഫുൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നും. പക്ഷേ എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന എൻ്റെ കെട്ടിയൻ ഒരു 10 സെക്കൻഡിൽ കൂടുതൽ എന്നെ ഒരു സ്ഥലത്ത് നിർത്തില്ല. ഇനി ഇതെല്ലാം താണ്ടി ഞാൻ എന്തെങ്കിലും എടുത്താൽ തന്നെ അപ്പോൾ അങ്ങ് ഒരു പ്ലേറ്റ് മറിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടു നടന്ന് ആസ്വദിച്ചതല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല കേട്ടോ. കുറച്ച് നേരം എല്ലാം കണ്ടു നടന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ DJ വൈബാക്കാനായിട്ട് പുറത്തേക്ക് പോയി. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. സ്റ്റേ ട്യൂൺ. ബൈ.